ഇവിടെ രേവതിയുടെ അമ്മയുടെയും വയസ്സുകളുടെ ബന്ധം തന്നേക്കുന്നത്. രേവതിയുടെ അമ്മയുടെയും വയസ്സുകളുടെ തുക, ഇപ്പോഴത്തെ തുക എത്ര തന്നിട്ടുണ്ട്? ഇപ്പോഴത്തെ തുക, ഇവരുടെ വയസ്സുകളുടെ തുക 36 തന്നിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ രേവതിക്കും 2 വയസ്സ് കൂടും. 2 വർഷം കഴിഞ്ഞ് തുക എത്ര വരും? രേവതിക്കും 2 വയസ്സ് കൂടും, അമ്മയ്ക്കും 2 വയസ്സ് കൂടും. 36 2 2 4 വയസ്സ് കൂടും. അതായത് 40 വരും വയസ്സുകളുടെ തുക. 2 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ അംശബന്ധം തന്നിട്ടുണ്ട്. രേവതിയുടെ വയസ്സിൻ്റെ 4 മടങ്ങാകും തന്നിട്ടുണ്ട്. 1:4. ഇപ്പോൾ രേവതിയുടെ പ്രായം കാണാൻ എന്ത് ചെയ്താൽ മതി? 1 രേവതിയുടെ അമ്മയുടെ 4 1/1/4 എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കൂട്ടണം. 1/1 + 4 ഇൻറ്റു ആകെ കണ്ടാൽ നമുക്ക് രേവതിയുടെ പ്രായം കാണാം. 1 × 8. ഈ 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് 8 വയസ്സാണ്. അപ്പോൾ 2 വർഷത്തിന് മുമ്പ് ഇപ്പോഴത്തെ വയസ്സ് കാണാൻ 8 ൽ നിന്ന് 2 കുറച്ചാൽ മതി. 6 വയസ്സ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 36 തന്നിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ രേവതിക്കും 2 കൂടും, അമ്മയ്ക്കും 2 കൂടും. അപ്പോൾ 2 2 4 36 4 40 വരും. 2 വർഷം കഴിയുമ്പോഴുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. 4 മടങ്ങാകുന്നു. അതായത് 1:4 എന്ന് എടുക്കാം നമുക്ക്. 1/, ഇത് രണ്ടും കൂടെ കൂട്ടുക. 1 + 4 1/5. രേവതിയുടെ പ്രായം കാണാൻ 2 വർഷം കഴിഞ്ഞാൽ ഇൻറ്റു ആകെ എത്ര? 40. 2 വർഷം കഴിഞ്ഞുള്ള തന്നേക്കുന്നത്, അവിടെ ബന്ധം തന്നേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് 8 കിട്ടും. 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് 8 വയസ്സ്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ 8 ൽ നിന്ന് 2 കുറയ്ക്കും. 6. ഓപ്ഷൻ സി ആണ് ഉത്തരം.